ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തേങ്ങാപ്പാലിൽ വറ്റിച്ചെടുത്ത കോളിഫ്ലവറിൻ്റെ മസാലക്കറി ആയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 സവാളയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. സവാള ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുകയാണ്. സവാള നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയും സവാളയും നന്നായി വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കത്തിക്കാം. അപ്പോൾ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതേപോലെ 1/2 സ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതേപോലെ 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ നന്നായി മസാലയിൽ കിടന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചെറിയ കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/2 സ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ തേങ്ങാപ്പാലിൽ വറ്റിച്ചെടുത്ത കോളിഫ്ലവർ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.